രജിസ്ട്രേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനാണിത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് നജീബ്, റിട്ടയർഡ് സബ് രജിസ്ട്രാറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ മുദ്രപത്ര നിയമത്തെയും കേരള മുദ്രപത്ര നിയമത്തെയും കുറിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, കേരള മുദ്രപത്ര നിയമത്തിൽ 73-ൽ പരം വകുപ്പുകളും അതോടൊപ്പം ഒരു സ്റ്റാമ്പ് ഷെഡ്യൂളും ചേർത്തിട്ടുണ്ട്. ഈ സ്റ്റാമ്പ് ഷെഡ്യൂളിൽ 58 കരണങ്ങളും അവയുടെ മുദ്രവില നിരക്കും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പറഞ്ഞ ഈ 58 കരണങ്ങളുടെ സവിശേഷതകളും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവവും എന്തെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ഈ കരണങ്ങൾക്ക് എങ്ങനെയാണ് മുദ്രവില നിർണ്ണയിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ കേരള മുദ്രപത്ര നിയമത്തിൻ്റെ ഓരോ വകുപ്പിൻ്റെയും സവിശേഷതകൾ വിവരിച്ചുകൊണ്ട് ചില സംഗതികളിൽ വിവരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിവരിച്ചും പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ആൻഡ് കമൻസ്മെൻറ്റ്. ഇവിടെ ഈ നിയമത്തിൻ്റെ ചുരുക്കപ്പേര് കേരള മുദ്രപത്ര നിയമം 1959 എന്നാണ്. അതുപോലെ ഇത് കേരളം മുഴുവനാണ് ഇതിൻ്റെ അധികാരപരിധി. പിന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1/9/1960. ഈ തീയതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് രണ്ടാമത്തെ സെക്ഷനാണ്, രണ്ടാമത്തെ വകുപ്പ്. ഇത് കുറേ ഡെഫിനിഷൻസാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻസിൽ കുറേ പദങ്ങളുണ്ട്. ആ പദങ്ങളുടെ ഓരോ പദങ്ങളുടെയും പ്രത്യേകത കൂടുതൽ വിവരിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ വിവരിക്കുന്നതാണ്. ഇവിടെ ഒന്നാമത്തേത് ബോണ്ട്, അതായത് 2A ബോണ്ട് നിർവചനം. അതായത് ഇതിൽ ഓരോ പദങ്ങൾക്ക് 2A BCD എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. 2A ബോണ്ട് ഇൻക്ലൂഡ്സ് any instrument whereby a person obliges himself to pay money to another on condition that the obligation shall be void if a specified act is performed or is not performed as the case may be. അതായത് നിർണ്ണയിക്കപ്പെട്ട ഒരു പ്രവൃത്തി അത് സംഗതി പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ബാധ്യത ഒഴിഞ്ഞു പോകുമെന്നുള്ള നിശ്ചയത്തിന്മേൽ ഒരാൾ മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്ന പണം കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്ന ഒരു കരണം. ഇത് സാധാരണയായി ഏതെങ്കിലും നിയമവുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കൊടുക്കേണ്ടി വരുന്ന ബോണ്ടുകളാണ്. അതിൻ്റെ ഇനിയും ഈ രണ്ടാമത്തേത് 2 3 പിരിവുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ പിരിവ് എനി ഇൻസ്ട്രുമെൻറ്റ് അറ്റസ്റ്റഡ് ബൈ എ വിറ്റ്നസ് ആൻഡ് നോട്ട് പേയബിൾ ടു ഓർഡർ ഓർ ബിയറർ വെയർ ബൈ എ പേഴ്സൺ ഒബ്ലൈജസ് ഹിംസെൽഫ് ടു പേ മണി ടു അനദർ. അതായത് സാധാരണ ഇതിന് മണി ബോണ്ട് എന്ന് പറയും. ഇത്തരം കാരണങ്ങളാണ് രജിസ്ട്രി ഓഫീസുകളിൽ വരുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പണം കടം വാങ്ങിയിട്ട് കടം തിരിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ എഴുതി കൊടുക്കുന്ന കരണം. ഈ കരണത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഒരു ആൾ, ഈ കരണം ഒരാളെങ്കിലും അറ്റസ്റ്റ്, ഒരു സാക്ഷിയെങ്കിലും ഒപ്പിട്ടിരിക്കണം. രണ്ടാമത്, നോട്ട് പേയബിൾ ടു ഓർഡർ ഓർ ബിയറർ. അതായത് ഈ പണം കിട്ടിയ ആളിനോ അല്ലെങ്കിൽ ഈ കരണം കൊണ്ടുവരുന്ന ആളിനോ തുക കൊടുക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ അതിൽ വേണം. കാരണം ഈ നോട്ട് പേയബിൾ ടു ഓർഡർ ഓർ ബിയറർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു കേന്ദ്ര നിയമത്തിലെ പ്രോമിസറി നോട്ടായി മാറും. പ്രോമിസറി നോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇത് അങ്ങനെ ഈ വ്യവസ്ഥ ഇതിൽ പാടില്ല. പിന്നെ മൂന്നാമത്തെ ഇതിലെ any instrument so attested whereby a person obliges himself to deliver grain or other agricultural produce to another. അതായത് ഇതിനെ ധാന്യ ബോണ്ട് എന്നൊക്കെ പറയും. ഇത് നമ്മളവിടെ സർവ്വസാധാരണമായി വരുന്ന ഇതല്ല. അടുത്തത് പട്ടികയിൽ 7 തരം ബോണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ബോണ്ട്, അതുപോലെ തന്നെ സാധാരണ ബോണ്ട്, ബോട്ടമറി ബോണ്ട്, കസ്റ്റംസ് ബോണ്ട്, ഇൻഡംനിറ്റി ബോണ്ട്, റെസ്പോണ്ടൻഷ്യ ബോണ്ട്, സെക്യൂരിറ്റി ബോണ്ട്. ഈ ഓരോ കരണങ്ങളെക്കുറിച്ചും അവയുടെ മുദ്രശലയെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻഡംനിറ്റി ബോണ്ടിൻ്റെ മുദ്രശല ഇപ്പോൾ 500 രൂപയാണ്. അതിന് ഓരോ കരണങ്ങൾക്കും കൊടുത്തിട്ടുള്ള മുദ്രശല എത്രയെന്നും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ചാർജബിൾ.
അതായത് ഈ നിയമം വന്നതിന് ശേഷം കേരളത്തിൽ വെച്ച് ഒപ്പിടുന്ന ഓരോ കരണങ്ങൾക്കും ആദ്യമായി ഒപ്പിടുന്ന സമയത്ത് തന്നെ അതിന് മുദ്രവില കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകൾ പല സമയത്ത് ഒപ്പിടുന്ന ഒരു കരണത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒപ്പിടുമ്പോൾ ആ കരണത്തിന് മുദ്രവില കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. വെയർ സെവറൽ പേഴ്സൺസ് എക്സിക്യൂട്ടഡ് ദ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് വെൻ ഡ്യൂട്ടി ഈസ് ചാർജബിൾ വെൻ ഫസ്റ്റ് എക്സിക്യൂട്ടഡ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇതുപോലുള്ള ഇതിലൂടെ പരീക്ഷയ്ക്ക് വരാവുന്ന ഉത്തരങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അടുത്തത് കളക്ടർ. ഒരു റവന്യൂ ജില്ലയുടെ മുഖ്യ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആണ് കളക്ടർ. ഈ കളക്ടറുടെ അധികാരം മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാറുണ്ട്. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, മുദ്രപത്ര നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകാറുണ്ട്. ഇങ്ങനെയുള്ള അധികാരം നൽകുന്നത് സർക്കാരിനാണ് എല്ലാ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. സർക്കാർ ഇത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നും ഉണ്ട്. ഇത് പ്രകാരം രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ രജിസ്ട്രാർക്കും സബ് രജിസ്ട്രാർക്കും ചില വകുപ്പുകളുടെ അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരങ്ങൾ ആ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ അധികാരം, ജില്ലാ കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് PA, RDO, അതുപോലെ ജില്ലാ രജിസ്ട്രാർ, തഹസിൽദാർ, സബ് രജിസ്ട്രാർ എന്നിവർക്ക് നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇതുപോലെ കേന്ദ്ര നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പെട്ട ജില്ലാ രജിസ്ട്രാർക്കും സബ് രജിസ്ട്രാർക്കും അധികാരം നൽകിയിട്ടുണ്ട്. ഈ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ഇപ്രകാരം ജില്ലാ രജിസ്ട്രാർക്കും അതുപോലെ സബ് രജിസ്ട്രാർക്കും നൽകിയിട്ടുള്ളതെന്ന് സംബന്ധിച്ച് പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ ആ നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ ഏതൊക്കെ വകുപ്പുകളാണ് ജില്ലാ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ സബ് രജിസ്ട്രാർക്കോ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സബ് രജിസ്ട്രാറെ സംബന്ധിച്ച് 16-ാം വകുപ്പും അതിലെ 45A(3) എന്ന വകുപ്പും നൽകിയിട്ടുണ്ട്. അടുത്തത് കൺവെയൻസ്. കൺവെയൻസ് ഇൻക്ലൂഡ്സ് കൺവെയൻസ് ഓൺ സെയിൽ, വിൽപ്പന ആധാരം. 2. ഡീഡ് ഓഫ് അമാൽഗമേഷൻ ഓഫ് 2 companies. 3. ഡീഡ് ഓഫ് അമാൽഗമേഷൻ വിത്ത് റിഗാർഡ്സ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. 4. എവരി അതർ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ വിച്ച് പ്രോപ്പർട്ടി whether movable or immovable or any interest in property is transferred inter vivos and which is not otherwise provided in the schedule. അതായത് 4-ാമത്തേതിൽ പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്നവർ തമ്മിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് ഈ കൺവെയൻസ് എന്ന തീറാധാരം, കൺവെയൻസ് മലയാളം നമ്മൾ തീറാധാരം, കൺവെയൻസ് എന്നതിൽ പെടും എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ കൺവെയൻസിൻ്റെ അല്ലെങ്കിൽ സെയിൽ ഡീഡിൻ്റെ മുദ്രവില എങ്ങനെ കണക്കാക്കണമെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരള മുദ്രപത്ര നിയമത്തിലെ ഷെഡ്യൂളിലെ സീരിയൽ നമ്പർ 21 അല്ലെങ്കിൽ 22-ലാണ് ഈ കൺവെയൻസിൻ്റെ സെയിൽ ഡീഡിൻ്റെ മുദ്രവില കൊടുത്തിട്ടുള്ളത്. മുമ്പ് ഇപ്പം കേരളത്തിലെ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഒരേ നിരക്കാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് 21-ൽ പഞ്ചായത്തിനെ സംബന്ധിച്ചും 21-22-ൽ മുനിസിപ്പൽ കോർപ്പറേഷനെ കുറിച്ചുമുള്ള മുദ്രവിലയാണ് മുമ്പ് നൽകിയിരുന്നത്. ഇപ്പം എല്ലാം ഏകീകരിച്ചുകൊണ്ട് 100 രൂപയ്ക്ക് 8 രൂപ എന്ന കണക്കിലാണ് മുദ്രവില നിർണ്ണയിക്കേണ്ടത്. ഇപ്പം മുദ്രവില എങ്ങനെയാണ്, ഇത് ഒരു സെയിൽ ഡീഡിൻ്റെ മുദ്രവില എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 950 രൂപ കൺസിഡറേഷൻ പറ്റിക്കൊണ്ട് ഒരു ആധാരം ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര മുദ്രവില വേണമെന്ന് നോക്കാം. ഈ 950 എന്നുള്ളത് അടുത്ത 100ലേക്ക് റൗണ്ട് ചെയ്തെടുക്കണം. അതായത് 950 എന്നുള്ളത് 1000 ആക്കിയിട്ട് 1000-ൻ്റെ 8%, 1000-ൻ്റെ 8% നമ്മളിവിടെ കണക്കാക്കേണ്ടത്. അത് സാധാരണ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ടെസ്റ്റിന് ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴും
നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്തിട്ട് വേണം മുദ്രവില കണക്കാക്കേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 950 എന്നുള്ളത് 1000 ആക്കിയിട്ട് അതിൻ്റെ മുദ്രവിലയാണ് കണക്കാക്കേണ്ടത്. ഇവിടെ പറയുന്നത് ഈ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് സീരിയൽ നമ്പർ 121 പറഞ്ഞിട്ടുള്ളത് ഓരോ 100 രൂപയ്ക്കോ അതിൻ്റെ ഭാഗത്തിനോ 8 രൂപ ഫോർ എവറി റുപ്പീസ് 100 ആൻഡ് പാർട്ട് ദെയർ ഓഫ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അടുത്ത് റൗണ്ട് ചെയ്തിട്ട് പോകുന്നത്. അടുത്തത് 2E ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആസ് അപ്ലൈഡ് ടു ആൻ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് ദാറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ബിയേഴ്സ് ആൻ അഡ്ഹസീവ് ഇംപ്രസ്ഡ് ഓർ ഈ സ്റ്റാമ്പ് of not less than the proper amount and that such stamp has been affixed or used in accordance with the law for the time being in force in the territories of Kerala state. അതായത് കേരള സ്റ്റേറ്റിലെ നിലവിലുള്ള നിയമപ്രകാരം ശരിയായ മുദ്രവിലയിൽ കുറയാത്ത അഡ്ഹസീവ് സ്റ്റാമ്പ്, ഒട്ടുമുദ്രയോ അല്ലെങ്കിൽ ഇംപ്രസ്ഡ് സ്റ്റാമ്പ്, പതിച്ച മുദ്രയോ അല്ലെങ്കിൽ ഈ സ്റ്റാമ്പോ കൊടുത്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റാമ്പ് മീൻസ് an electronically generated impression issued by the government of Kerala for this purpose to denote the payment of stamp duty. ഇപ്പം നിങ്ങൾ എന്താണ് ഈ സ്റ്റാമ്പ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാമ്പ് സർക്കാർ ഓൺലൈനിലായിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിന് ആവശ്യമായ A4 സൈസ് പേപ്പറിൻ്റെ തിക്നെസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ 100 GSM ആണ്. അതിങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്തത് ദ അബ്രിവേഷൻ ഓഫ് GNR വേറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ് റവന്യൂ നമ്പർ GNR. ഇങ്ങനെയുള്ള ചില പദങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സർക്കുലർ ഒക്കെ ഉണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് എക്സിക്യൂട്ടഡ് ഓർ എക്സിക്യൂഷൻ. അതിൻ്റെ എക്സിക്യൂട്ടഡ് ഓർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സൈൻഡ് ഓർ സിഗ്നേച്ചർ എന്നാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അടുത്തൊരു എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. ദ ടേം സൈൻഡ് ആൻഡ് സിഗ്നേച്ചർ ആൾസോ ഇൻക്ലൂഡ് ആട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ് ആസ് പെർ സെക്ഷൻ 11 ഓഫ് ദി ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് 2000. അപ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം ദ ടേം സൈൻഡ് ആൻഡ് സിഗ്നേച്ചർ ആൾസോ ഇൻക്ലൂഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം, അതായത് നിങ്ങൾ ഇപ്പോൾ ഞാൻ വായിച്ച ഉത്തരം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. എന്താണത്? ഇൻക്ലൂഡ് ആട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ് ആസ് പെർ സെക്ഷൻ 11 ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നുകൂടി. അടുത്തത് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്. ഇത് നിങ്ങൾക്കറിയാം. ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് മീൻസ് ദ ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ഫിക്സ്ഡ് അണ്ടർ സെക്ഷൻ 28. അത് RDOക്കാണ് ഈ 28 പ്രകാരം ഒരു ഭൂമിയുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം. അതും മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ഇസ് ഫിക്സ്ഡ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് കേരള സ്റ്റാമ്പ് ആക്ട് എന്ന് ചോദിക്കുമ്പോൾ 28A പ്രകാരമാണ് ഇങ്ങനെ ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പിന്നെ ആർക്കാണ് ഇതിന് അധികാരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ RDOക്കാണ് ഫെയർ വാല്യൂ നിശ്ചയിക്കാനുള്ള അധികാരം ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഫാമിലി. മനസ്സിലാക്കേണ്ട ഒരു പദമാണിത്. ഫാമിലി മീൻസ് ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഹസ്ബൻഡ്, വൈഫ്, സൺ, അഡോപ്റ്റഡ് സൺ, ഡോട്ടർ, അഡോപ്റ്റഡ് ഡോട്ടർ, ഗ്രാൻഡ് ചിൽഡ്രൻ, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഈ ഫാമിലി ഇതിൻ്റെ നിർവചനത്തിൻ്റെ ഉപയോഗം നമ്മൾക്ക് ചില കരണങ്ങൾ, ഫാമിലി മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരണങ്ങൾക്കാണ് ഈ ഫാമിലി എന്ന ഈ പദത്തിൻ്റെ ആവശ്യം വരുന്നത്. ആ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ മുദ്രവിലയിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അത് ഒരു ഗിഫ്റ്റ്, റിലീസ്, പാർട്ടീഷൻ, സെറ്റിൽമെൻറ്റ് എന്നീ കാരണങ്ങൾക്കാണ്. അതിൽ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റിനെ സംബന്ധിച്ച് ഗിഫ്റ്റ്, സെറ്റിൽമെൻറ്റ്, റിലീസിനൊക്കെ ആണെങ്കിൽ 100 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് 2 രൂപ തോതിലും, പാർട്ടീഷൻ ആണെങ്കിൽ 10,000 രൂപയ്ക്ക് 15 രൂപ എന്ന തോതിലാണ് ഫാമിലി മെമ്പേഴ്സിന് മുദ്രസല നൽകേണ്ടതായിട്ടുള്ളത്. നമുക്ക് തുടർന്ന് വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദമായി പഠിക്കാം. അടുത്തത് ഫ്ലാറ്റ് 2FC എന്ന് പറയുന്നത് ഫ്ലാറ്റിൻ്റെ നിർവചനമാണ്. ഫ്ലാറ്റിന്
മുമ്പ് അടുത്ത് ഈ നിർവചനം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. whether called apartment or by any other name means a part of any property together with its undivided interest in the land, common areas and facilities. അങ്ങനെ വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്ലാറ്റിനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിനോടൊപ്പം അതിൻ്റെ അൺഡിവൈഡഡ് ഷെയർ, അതിൻ്റെ കോമൺ ഏരിയ, ഫെസിലിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലാറ്റ് എന്ന ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റി മീൻസ് എ ഗവൺമെൻറ് സെക്യൂരിറ്റി ആസ് ഡിഫൈൻഡ് ഇൻ ദി പബ്ലിക് ഡെപ്റ്റ് ആക്ട് 1944. അടുത്തത് 2H ഇംപ്രസ്ഡ് സ്റ്റാമ്പ് ഇൻക്ലൂഡ്സ് ലേബൽസ് affixed and impressed by the proper officer and stamp embossed on or engraved on stamp paper. ആദ്യത്തേത് ഈ ആരൊക്കെയാണ് പ്രോപ്പർ ഓഫീസർ എന്ന് സ്റ്റാമ്പ് റൂൾ 9 പറയുന്നുണ്ട്. അത് ട്രഷറിയുടെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ, ദേശത്തുള്ള ബാങ്കുകളുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് സബ്സിഡിയുടെ മാനേജർ, ജില്ലാ സ്റ്റാമ്പ് ഡിപ്പോ, സബ് ട്രഷറി, സർക്കാർ പ്രത്യേകം നിയമിച്ച ഉദ്യോഗസ്ഥൻ. അതിപ്പോൾ ഫലത്തിൽ സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥൻ മാത്രമേ ഈ പ്രകാരം പ്രോപ്പർ ഓഫീസർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാൽ ഈ സ്റ്റാമ്പ് വന്നതോടുകൂടി ഈ നമുക്ക് 1,00,000 രൂപയിൽ മേലെയുള്ള എത്ര രൂപയ്ക്കുള്ള സ്റ്റാമ്പ് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റാമ്പ് മുഖേന നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ്. പിന്നെ സ്റ്റാമ്പ് എംബോസ്ഡ് ഓൺ ഓർ എൻഗ്രേവ്ഡ് ഓൺ സ്റ്റാമ്പിഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കിട്ടുന്ന മുദ്രപത്രങ്ങളാണ്. അടുത്തത് ഇന്ത്യ മീൻസ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എക്സ്ക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇൻസ്ട്രുമെൻറ്റ് 2J includes every document by which any right or liability is or purpose to be created, transferred, limited, extended, extinguished or recorded, but does not include a bill of exchange, promissory note, bill of lading, letter of credit, policy of insurance, transfer of share, debenture, proxy, receipt. ഇവിടെ ഒരു കരണം എന്നതിൽ വല്ല അവകാശം സൃഷ്ടിക്കുകയോ അവകാശം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ക്ലിപ്തപ്പെടുത്തുകയോ വ്യാപിപ്പിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന എന്തും ഒരു കാരണമാകുന്നു. ഇത്തരം കാരണങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുദ്രവില ആവശ്യമുള്ളത്. ഒരാൾക്ക് അവകാശം സൃഷ്ടിക്കുകയോ സൃഷ്ടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വിപുലപ്പെടുത്തുകയോ മറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 58 കാരണങ്ങളുണ്ടെന്നും ആ 58 കാരണങ്ങളുടെ എൻ്റെ സ്വഭാവം അനുസരിച്ച് മുദ്രവില വ്യത്യാസമുണ്ടെന്നൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ കാരണങ്ങൾ എന്താണെന്ന് പറയുന്നതോടൊപ്പം എന്നാൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് ലാഡിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചെക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു 9 തരം കാരണങ്ങൾക്ക് കേന്ദ്രത്തിന് മാത്രമേ അതിൻ്റെ നിയമങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ മുദ്രവില നിരക്ക് നിശ്ചയിക്കാനുമുള്ള അധികാരമുള്ളൂ. ഇവിടെ അതുകൊണ്ടാണ് ഈ 9 കാരണങ്ങൾ ഒഴികെയുള്ള കാരണങ്ങൾക്ക് മുദ്രവില കൊടുക്കണം. ആ 9 കാരണങ്ങൾ ഒഴികെയുള്ളതാണ് നമ്മുടെ കേരള മുദ്രപത്ര നിയമത്തിലുള്ള 58 കാരണങ്ങൾ. മുമ്പ് ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ പരീക്ഷകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കേരള നിയമപ്രകാരം ഏത് കാരണം കേരള മുദ്രപത്ര നിയമത്തെ സംബന്ധിച്ചോളം ഏതാണ് കാരണമല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് ഇത് 9 കൊടുത്തിട്ട് അത് ഏതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എൻ്റെ കറക്റ്റായ ആൻസർ മനസ്സിലാക്കി ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഈ കാരണങ്ങൾ 9 കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ വരുന്ന പ്രോക്സി, അതുപോലെ റെസീറ്റ് സാധാരണ ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ വരുന്ന ഒരു കാരണമാണ്. റെസീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5000 രൂപ വരെ അതിന് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട. 5001 മുതൽ റെസീറ്റിന് പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 5001 രൂപ മുതലാണ് ഈ 1 രൂപ മുദ്രവില റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടത്. ഇൻസ്ട്രുമെന്റ് ഓഫ് പാർട്ടീഷൻ means any instrument whereby co-owners of any property divide or agree to divide such property in severalty and includes also a final order for effecting a partition passed by revenue authority or any civil court and an award by an arbitrator directing partition. അതായത്
കൂട്ടുടമസ്ഥർ അവരുടെ മുതലിനെ വെവ്വേറെ ഭാഗിച്ചെടുക്കുന്നു. അതുപോലെ ഒരു വല്ല റവന്യൂ ഉദ്യോഗസ്ഥനോ സിവിൽ കോടതിയോ ഭാഗം ചെയ്യാൻ വിധിക്കുന്ന ഒരു വ്യവസ്ഥയുടെ തീർപ്പും ഇതുപോലെ ഭാഗപത്രത്തിൽ ഉൾപ്പെടുന്നു. ഈ ഭാഗപത്രം എന്നുള്ളതിൽ നമുക്കതിൻ്റെ മുദ്രവില എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭാഗപത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുദ്രവില കണക്കാക്കുന്നത് ഭാഗം ചെയ്യുന്ന വസ്തുക്കളുടെ മൊത്തം വില കണക്കാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഒരു വസ്തു വായിക്കുമ്പോൾ അതിലെ കക്ഷികൾ അവരുടെ അവകാശങ്ങൾ ഓഹരിയായി എടുക്കുന്നു. ഈ ഏതെങ്കിലും ഒരു ഓഹരി മേജർ ഷെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഹരി തള്ളിയിട്ട് ബാക്കി ഉള്ള തുകയ്ക്കാണ്, അതായത് അതിന് സെപ്പറേറ്റഡ് ഷെയർ എന്ന് പറയും, ആ സെപ്പറേറ്റഡ് ഷെയറിനാണ് നമ്മൾ മുദ്രവില നൽകേണ്ടതായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു 3 ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തു, ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് എപ്പോഴും ഫെയർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഭൂമിയുടെ വില ഏതിനാണോ കൂടുതൽ അതിനാണ് മുദ്രവില കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 3 ലക്ഷം രൂപയുടെ ഒരു വസ്തു, അതിൽ 3 കക്ഷികളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ലക്ഷം രൂപ വീതം അവരുടെ ഓഹരി എടുക്കുകയാണെങ്കിൽ ഒരു ഓഹരി തള്ളി ബാക്കി 2 ലക്ഷം രൂപയ്ക്കാണ് മുദ്രവില നൽകേണ്ടത്. ഇവർ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ 10,000 രൂപയ്ക്ക് 15 രൂപ എന്ന തോതിലും, അല്ലാതെ മറ്റ് 42(1), 42(b), ഇതാണ് 42 എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റേ സീരിയൽ നമ്പർ. അതിൽ 42(1) എന്ന് പറയുന്നത് ഫാമിലി, 42(2) എന്ന് പറയുന്നത് ഫാമിലി അല്ലാത്തത്. അങ്ങനെ ഫാമിലി അല്ലാത്തതിന് 42(2) പ്രകാരം 100 രൂപയ്ക്ക് 6 രൂപ എന്ന തോതിലാണ് മുദ്രവില കണക്കാക്കേണ്ടത്. ഇനിയും ഒരു 5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഭൂമി 2 ലക്ഷം രൂപ വെച്ച് ഈ രണ്ടുപേരും, ഒരാൾ 1 ലക്ഷം രൂപയുടെ മുതലാണ് എടുക്കുന്നതെങ്കിൽ, ഓഹരി മുതലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു 2 ലക്ഷം രൂപ തള്ളിയിട്ട് 3 ലക്ഷം രൂപയ്ക്കുള്ള സെപ്പറേറ്റഡ് ഷെയറിനാണ് മുദ്രവില കണക്കാക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം അത് എങ്ങനെയാണ് സെപ്പറേറ്റ് ഷെയർ കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട അനവധി ചോദ്യങ്ങൾ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് വരാറുണ്ട്, അത് ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ വസ്തുവിൽ കാണിച്ചിരിക്കുന്ന വില അല്ലെങ്കിൽ ന്യായവില ഏതാണോ വലുത് ആയതിന് വേണം ഭാഗാധാരത്തിൽ വിലയായി കണക്കാക്കേണ്ടത്. ലീസ് മീൻസ് എ ലീസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എപ്പോഴും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാട്ടം അല്ലെ വാടകയ്ക്ക് കൊടുക്കുക. ഒന്നുകിൽ സ്ഥലം അല്ലെങ്കിൽ വീട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറയാനുള്ളത്, ഒരു പ്രത്യേക കാലാവധിയിലേക്കോ സ്ഥായിയായോ വസ്തു അനുഭവിക്കാനുള്ള അവകാശം നൽകി വസ്തു മറ്റൊരാളുടെ പേർക്ക് എഴുതി കൊടുക്കുന്ന വ്യവസ്ഥയാണ് ഈ നമ്മൾ പറഞ്ഞ പാട്ടം. ഇംഗ്ലീഷിലത് ലീസ് എന്ന് പറയുന്നു. ഇവിടെ പാട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുദ്രവില കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അനവധി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാട്ടത്തിന് കൊടുക്കുന്നത് ഏതെങ്കിലും കാലാവധി നിശ്ചയിച്ചിട്ടായിരിക്കും. ആ കാലാവധി നിശ്ചയിച്ചിട്ട് പ്രതിമാസമായിട്ടോ അല്ലെങ്കിൽ വാർഷികമായിട്ടാണോ ഇതിൻ്റെ പാട്ടം അല്ലെങ്കിൽ റെൻറ്റ് നിശ്ചയിക്കുന്നത്. അങ്ങനെയുള്ള സംഗതികളിൽ റെൻറ്റ് നിശ്ചയിക്കുന്നത് 1 വർഷത്തിന് താഴെയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു 11 മാസത്തേക്ക് വാടകയ്ക്കോ അല്ലെങ്കിൽ സ്ഥലം ഉപയോഗത്തിനോ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ 11 മാസത്തെ മൊത്തം വാടക കണക്കാക്കിയിട്ട് അതിൻ്റെ 5% മുദ്രസ്ഥല ആവശ്യമാണെന്നാണ് 33A(1) പറയുന്നത്. ഇതിൻ്റെ ലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് 33 അത് 33 ഇത് പല ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ കാലാവധിയുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ മുദ്രവില കണക്കാക്കേണ്ടത്. ഒരു വർഷത്തിന് മുകളിൽ 5 വർഷം വരെയാണെങ്കിൽ ഇതേ 5 വർഷം വരെ ആണെങ്കിൽ ആവറേജ് ആനുവൽ റെൻറ്റ് കണക്കാക്കി അതിനാണ് മുദ്രവില കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾ ആദ്യത്തെ വർഷം 1 ലക്ഷം രൂപയും രണ്ടാമത്തെ വർഷം 2 ലക്ഷം രൂപയും വാർഷികമായി
വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മൊത്തം ഒരു വർഷത്തെ കണക്കാണ് ഈ പറയുന്നത്, കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം 3 ലക്ഷം രൂപ മൊത്തം വാടക കൊടുക്കും. അതിൻ്റെ ആവറേജ് ആനുവൽ റെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 2 കൊണ്ട് ഹരിക്കുമ്പം കിട്ടുന്നു 1,50,000. ആ 1,50,000-ൻ്റെ 5% മുദ്രശിലയായി കൊടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ കാലാവധി 1 വർഷം 5 വർഷം വരെയുള്ളത്. ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 5 വർഷം മുതൽ 10 വർഷം വരെ, 10 വർഷം മുതൽ 20 വർഷം വരെ, ഇങ്ങനെയുള്ള കാലാവധി കൊടുത്തിട്ട് 30 വർഷം മുതൽ 100 വർഷം വരെ ഇതിനെ എങ്ങനെയാണ് മുദ്രവില കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആവറേജ് ആനുവൽ റെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയും കാലാവധിയെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് ഇവിടെ മുദ്രവില കണക്കാക്കേണ്ടതായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 10 വർഷത്തിന് 20 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ ആവറേജ് ആനുവൽ റെൻറ്റിൻ്റെ 2 ഇരട്ടി കണ്ട് അതിൻ്റെ 8%, 20 വർഷത്തിനും 30 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ ആവറേജ് ആനുവൽ റെൻറ്റിൻ്റെ 3 ഇരട്ടി കണ്ടിട്ട് അതിൻ്റെ 100-ന് 8% എന്ന കണക്കിൽ, 30 മുതൽ 100 വരെയുള്ളതിന് അതിൻ്റെ 4 ഇരട്ടി കണ്ടിട്ട് അതിൻ്റെ 100-ന് 8 രൂപ എന്ന തോതിലും വേണം കണക്കാക്കേണ്ടത്. പിന്നെ ശാശ്വതമായിട്ടാണെങ്കിൽ അതിൻ്റെ കണക്ക് കൂട്ടേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്, 50 കൊല്ലത്തെ ഒട്ടാകെയുള്ള പാട്ടത്തിൻ്റെ 1/6 100-ന് 8 രൂപ എന്ന തോതിലാണ്. അപ്പം നിങ്ങൾ ഇത് ആ ടേബിള് ശരിക്കും ആദ്യത്തെ മാത്രമേ അത് ചോദിക്കുള്ളൂ. പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളും അത് ആദ്യത്തെ 3-4 ഇതിനെ സംബന്ധിച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ. ഈ പാട്ടത്തിനോടൊപ്പം ചില സന്ദർഭങ്ങളിൽ പ്രീമിയം അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാറുണ്ട്. ഈ പ്രീമിയം അല്ലെങ്കിൽ അഡ്വാൻസ്, പ്രീമിയത്തിൻ്റെ കേസിൽ ഇതിന് ഈ പാട്ടത്തിൻ്റെ ഒരു പാട്ടം അനുവദിക്കുന്നതിന് ഒരു സന്തോഷം എന്ന നിലയിൽ, അങ്ങനെ പറയാം, ഒരു സന്തോഷം എന്ന നിലയിൽ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ളതിന് എത്ര രൂപയാണോ കൊടുക്കുന്നത് അതിൻ്റെ 8%, 100-ന് 8 രൂപ എന്ന തോതിൽ അതിൻ്റെ മുദ്രവില കണക്കാക്കണം. അതുപോലെ തന്നെ അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ അഡ്വാൻസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി റീഫണ്ടിൻ്റെയോ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ അഡ്വാൻസിനും 8% നിരക്കിൽ മുദ്ര ആവശ്യമാണ്. എന്നാൽ റീഫണ്ട് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ് ഈ തുക മടക്കി നൽകും എന്നുള്ള വ്യവസ്ഥയോടു കൂടിയാണെങ്കിൽ ആ അഡ്വാൻസിന് മുദ്രവില ആവശ്യമില്ല. അടുത്തത് 2M, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, മീൻസ് എ സെക്യൂരിറ്റി ഓഫ് സച്ച് എ ഡിസ്ക്രിപ്ഷൻ ടു ബി കേപ്പബിൾ ഓഫ് ബീയിങ് സോൾഡ് ടു എനി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ. അടുത്തത് 2N, മോർട്ട്ഗേജ് ഡീഡ്, includes every instrument whereby for purpose of securing money advanced or to be advanced by way of loan or an existing or future debt or the performance of an engagement one person transfers or creates to or in favor of another a right or in respect of specified property. അതായത് സ്പെസിഫൈഡ് പ്രോപ്പർട്ടിയിലെ ഒരു അവകാശം അല്ലെങ്കിൽ കൈവശം കൊടുത്തുകൊണ്ട് ലോൺ എടുക്കുന്ന സംഖ്യ വായ്പയായി എടുക്കുന്ന ഏർപ്പാടാണിത്. ഇവിടെ ഇത്തരം കാരണങ്ങൾക്ക് മുദ്രവില എങ്ങനെ ഈടാക്കണമെന്ന് ആർട്ടിക്കിൾ 37 ഇനത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 37A, when possession is given the same duty as conveyance 21 or 22. പൊസഷൻ കൊടുക്കുകയാണെങ്കിൽ, ഈ വസ്തു കൈവശം കൊടുത്ത് ലോൺ സമ്പാദിക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ കേസ്, പൊസഷൻ ഈസ് നോട്ട് ഗിവൺ, ഇത് മാത്രം സൃഷ്ടിച്ചിട്ട്, അതായത് ചൂണ്ടിപ്പണയം, അതിന് ബോട്ടമറി ബോണ്ടിൻ്റെ മുദ്രയാണ് വേണ്ടത്. അതായത് ബോട്ടമറി ബോണ്ടിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 5 രൂപ തോതിൽ. അടുത്തത് ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്, അവകാശരേഖ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സംഖ്യ കടമെടുക്കുന്നത്. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഇതുപോലെ അവകാശരേഖ പണയം വെക്കണമെങ്കിൽ നോട്ടിഫൈഡ് ഏരിയയിൽ വെച്ച് വേണം. ഇവിടെ കേരളം മുഴുവൻ നോട്ടിഫൈഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് ടൈറ്റിൽ ഡീഡ് ഏത് ധനകാര്യ സ്ഥാപനത്തിൽ, കേരളത്തിലുള്ള ഏത് ധനകാര്യ സ്ഥാപനത്തിൽ വെച്ചിട്ടും തുക സംഘടിപ്പിക്കാവുന്നതാണ്. ഈ
ഡെപ്പോസിറ്ററി ടൈറ്റിൽ ഡീഡിൻ്റെ മുദ്രവില ഇനം 6.1 പ്രകാരമാണ് നിശ്ചയിക്കേണ്ടത്. അതിൽ ഇപ്പോഴത്തെ നിരക്ക് 0.1% ഓഫ് ദി എമൗണ്ട് സെക്യൂർഡ് സബ്ജക്റ്റ് ടു എ മിനിമം ഓഫ് ₹200 ആൻഡ് മാക്സിമം ഓഫ് ₹10,000. ഇതാണ് മുദ്രവില. ഏറ്റവും കുറഞ്ഞ 200 രൂപയും സെക്യൂർ ചെയ്യുന്ന എമൗണ്ട് ജാമ്യത്തുകയുടെ 0.1% മുദ്രവില കണക്കാക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയുള്ള ഡെപ്പോസിറ്ററി ടൈറ്റിൽ ഡീഡിൻ്റെ റിലീസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ക്യാൻസലേഷനും ഇതേ 0.1%, പക്ഷേ പരമാവധി 1000 രൂപ മുദ്രവില. അത് എത്ര എമൗണ്ടാണോ സെക്യൂർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ 0.1% കണക്കാക്കേണ്ടത്. അടുത്തത് പേപ്പർ 2O. അതിൻ്റെ നിർവചനം ഇൻക്ലൂഡ് വെല്ലം, പാർച്ച്മെൻറ്റ് ഓർ എനി അതർ മെറ്റീരിയൽ ഓൺ വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് മേ ബി റിട്ടൺ. പാർച്ച്മെൻറ്റ് എന്നാൽ ആട്ടിൻ തോലും, വെല്ലം എന്നാൽ പാർച്ച്മെൻറ്റിനേക്കാൾ മാർദ്ദവമുള്ള ആട്ടിൻകുട്ടിയുടെയോ പശുക്കുട്ടിയുടെയോ തോല് പാകപ്പെടുത്തിയെടുത്തതാവുന്നു. അപ്പോൾ ഇത് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. പേപ്പർ ഇൻക്ലൂഡ്സ് ഡാഷ്. അത് നിങ്ങൾ ഉത്തരവാദിത്തം ഇത് കണ്ടുപിടിച്ചാൽ മതിയാവും. 2P പവർ ഓഫ് അറ്റോർണിയുടെ നിർവചനം ഇൻക്ലൂഡ്സ് എനി ഇൻസ്ട്രുമെൻറ്റ് എംപവറിംഗ് എ സ്പെസിഫൈഡ് പേഴ്സൺ ടു ആക്ട് ഫോർ ആൻഡ് ഇൻ ദ നെയിം ഓഫ് പേഴ്സൺ എക്സിക്യൂട്ടിംഗ് ഇറ്റ്. അതായത് ഒരാൾ മറ്റൊരാളെ തൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നതിന് അധികാരപ്പെടുത്തുന്ന കരണത്തെയാണ് മുക്തിയാർ നാമം എന്ന് പറയുന്നത്. മുക്തിയാർ കൊടുക്കുന്ന ആളെ പ്രധാനി എന്നും അല്ലെങ്കിൽ മുക്തിയാർ ദാതാവ് എന്ന്, അതായത് പ്രിൻസിപ്പൽ. ഈ മുക്തിയാർ കിട്ടുന്ന ആളിനെ മുക്തിയാറുകാരൻ അല്ലെങ്കിൽ ഏജൻറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ മുക്തിയാറിൻ്റെ മുദ്രസ്ഥല നിർണ്ണയിക്കുന്നത് ആർട്ടിക്കിൾ 44 പ്രകാരമാണ്. സീരിയൽ നമ്പർ 44. ഈ സീരിയൽ നമ്പർ 44 പല രീതിയിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ അധികാരപ്പെടുത്തുന്നത്, അങ്ങനെ പല രീതിയിലുള്ള പവർ ഓഫ് അറ്റോർണിയെ പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിലെ ആദ്യത്തെ 44A എന്ന് പറയുന്നത്. അതായത് രജിസ്ട്രേഷൻ പർപ്പസ് എന്ന് പറയുന്നത് മാനുവൽ ഓർഡർ 513 പറയുന്നുണ്ട് എന്താണ് രജിസ്ട്രേഷൻ പർപ്പസ് എന്ന്. ഇവിടെ രജിസ്ട്രേഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒപ്പിട്ട ഒരു ആധാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കി ഒപ്പ് സമ്മതം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അതിന് അത്തരം കരണങ്ങൾക്ക്, അത്തരം പവർ ഓഫ് അറ്റോർണിക്ക് 50 രൂപയാണ് മുദ്രവില നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ വേറെ ഒരു സംഗതിയിൽ ഇതുപോലെ ഒരു 5 സെൻറ്റ് സ്ഥലം ഒരാളുടെ കൈവശമുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഒരു ഇടപാടിന് മാത്രം ഒന്നോ അതിലധികമോ ആൾക്കാരെ നിശ്ചയിക്കുന്നതിന് 44B പ്രകാരമുള്ള മുദ്രയാണ് വേണ്ടത്, 100 രൂപ. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരാളുടെ ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിൽക്കാനായിട്ട് വേറൊരാളെ ചുമതലപ്പെടുത്തുക. അതൊരു സ്പെഷ്യൽ പവറായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ ഇവിടെ സാധാരണ രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി 44A പ്രകാരം ഒരാളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അത് ഒപ്പ് സമ്മതം രേഖപ്പെടുത്തുക മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അതോടനുബന്ധിച്ചുള്ള ഫോറങ്ങളിൽ ഒപ്പിട്ടൊക്കെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചില ഫോറങ്ങൾ, ഫോം 1A, അതുപോലെ ഇതോടനുബന്ധിച്ച് കുറേ ഫോറങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നറിയാമല്ലോ, ഫോം 58, ഇങ്ങനെയുള്ള ഫോമുകൾ ഒപ്പിട്ട് ഓഫീസിൽ ഹാജരാക്കണമെങ്കിൽ ഈ 44A പ്രകാരം ഒരാളെ ചുമതലപ്പെടുത്തിയാൽ മതിയാവില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ 44B പ്രകാരവും കൂടി, ഞാൻ പറഞ്ഞിവിടെ സിംഗിൾ പർപ്പസിൻ്റെ കാര്യമാണ് പറയുന്നത്, സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി, അതും കൂടെ ചുമതലപ്പെടുത്തിയാൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതിന് 50 + 100 150 രൂപയുടെ സ്റ്റാമ്പ് മുദ്ര ആവശ്യമാണ്. കാരണം ഇത് Aയും Bയും കൂടെ ചേർന്നാണ് ഒരാൾ ഒപ്പിട്ട ഒരാധാരം ഹാജരാക്കുകയും അതോടൊപ്പം മറ്റ് ഫോറങ്ങളിൽ ഒപ്പിട്ട് നൽകണം എന്ന് ചുമതലപ്പെടുത്തുകയാണെങ്കിൽ ഈ 44A + 44B 50 + 100 150 രൂപ മുദ്ര ആവശ്യമാണ്. പിന്നെ അടുത്ത 44C ആണ്. 5 വരെയുള്ള ഒരു പൊതുവായ ഒരു കാര്യത്തിന് 5ൽ കുറയാത്ത ആൾക്കാരെ ചുമതലപ്പെടുത്തുമ്പോഴാണ് അതിന് ഇപ്പോഴത്തെ റേറ്റ് 600 രൂപയാണ്. അതുപോലെ 10ൽ താഴെയുള്ള ആൾക്കാരെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തുകയാണെങ്കിൽ 1000 രൂപ മുദ്ര. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് 2 കപ്പാസിറ്റിയിൽ ഒരാൾക്ക് 2 കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറും പിന്നെ സ്വന്തം നിലയിലും പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയാണെങ്കിൽ അതിന് 2 തമ്മിൽ ബന്ധമില്ലാത്ത 2 കാര്യമായതുകൊണ്ട് 2 മുദ്ര വേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു
പവർ ഓഫ് അറ്റോർണി ജനറൽ പവറാണ് കൊടുക്കുന്നതെങ്കിൽ 600 + 600 1200 രൂപയുടെ മുദ്ര കൊടുക്കേണ്ടി വരും. 2 പർപ്പസാണത്. അത് തമ്മിൽ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. രണ്ട് കപ്പാസിറ്റിയിലുള്ളതായതുകൊണ്ട് 2 മുദ്ര ആവശ്യമാണ്. അടുത്തത്, ചില സംഗതികളിൽ തുക കൈപ്പറ്റിയിട്ട് ഒരു സ്ഥലത്തിൻ്റെ മുൻകൂർ അതിൻ്റെ സംഖ്യ വാങ്ങിയിട്ട് അത് വിൽക്കാനായിട്ട് ഏൽപ്പിക്കും. അത്തരം സംഗതികൾ പ്രതിഫലത്തിൻ്റെ എത്രയാണോ സംഖ്യ വാങ്ങുന്നത് അതിൻ്റെ 8%, 100-ന് 8 രൂപ നിരക്കിൽ മുദ്രവില കണക്കാക്കേണ്ടതുണ്ട്. 44 ഈ പ്രകാരം ഉള്ള വസ്തു വിൽക്കാനായിട്ട് ചുമതലപ്പെടുത്തി പ്രതിഫലം വാങ്ങുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ ഭൂമിയുടെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഏതാണോ കൂടുതൽ അതിനുള്ള മുദ്രവിലയാണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് 44F എന്ന് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. വെൻ ഓതറൈസിങ് എ പേഴ്സൺ other than his father, mother, wife, husband, son or sister to sell immovable property in giving authority or power to a promoter or a developer by whatsoever name called to make, construction or develop, sell or transfer in manner whatsoever any immovable property situated in Kerala. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ മേൽപ്പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിന് അല്ലാത്തവരെ ചുമതലപ്പെടുത്തുമ്പോൾ ഒരു സ്ഥലവും അതുപോലെ വീടും കൂടെ വെക്കുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിൻ്റെയും കൂടെ വില കണക്കാക്കി അതിൻ്റെ 100-ന് 8% സ്റ്റാമ്പ് ഡ്യൂട്ടി വേണമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മറ്റ് കേസിൽ, അതായത് 10 പേരിൽ കൂടുതൽ ഒരാളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ ചുമതലപ്പെടുത്തുന്ന ഓരോരുത്തർക്കും 600 രൂപ എന്ന തോതിൽ കണക്കാക്കേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് 2PA രജിസ്റ്ററിംഗ് ഓഫീസർ മീൻസ് ദ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 6 ഓഫ് ദി രജിസ്ട്രേഷൻ ആക്ട് 1908. അടുത്ത പദം സെറ്റിൽമെൻ്റ് ആണ്. സെറ്റിൽമെൻറ്റ് 3 കാര്യങ്ങൾക്കാണ് സാധാരണ കൊടുക്കുക. സെറ്റിൽമെൻറ്റ് മീൻസ് എനി നോൺ ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻ ഇൻ റൈറ്റിംഗ് of movable or immovable property made in consideration of marriage അല്ലെങ്കിൽ for the purpose of distributing property of the settler among the family members or for any religious or charitable purpose. ഇങ്ങനെ 3 കാര്യങ്ങൾക്കാണ് സെറ്റിൽമെൻ്റ് ആധാരം കൊടുക്കാവുന്നത്. ഇതിന് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മുദ്ര വില എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് 2 രൂപയാണ് കണക്കാക്കേണ്ടത്. അല്ലാത്ത കേസിൽ 100 രൂപയ്ക്ക് 5 രൂപ എന്ന തോതിൽ. ഇവിടെ അതുപോലെ തന്നെ റിലീജിയസോ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിനോ ആണെങ്കിൽ മുദ്രവിലയുടെ 5% പകുതി കൊടുത്താൽ മതിയാകും. അത് സംബന്ധമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോട്ടിഫിക്കേഷൻ്റെ ഈ പുസ്തകത്തിനോടനുബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷനിൽ അത്തരം മുദ്രവില പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ മുദ്രവില റെഡ്യൂസ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തത് 2QQ സ്റ്റാമ്പ് മീൻസ് എനി മാർക്ക്, സീൽ ഓർ എൻഡോഴ്സ്മെൻറ്റ്, ഇംപ്രഷൻ ഓർ ഈ സ്റ്റാമ്പ് ബൈ ഏജൻസി ഓർ പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഇൻക്ലൂഡ് ആൻ അഡ്ഹസീവ് ഇംപ്രസ്ഡ് ഓർ ഈ സ്റ്റാമ്പ് ഫോർ ദ പർപ്പസ് ഓഫ് ഡ്യൂട്ടി ചാർജബിൾ അണ്ടർ ദിസ് ആക്ട്. അടുത്തത് വെസൽ മീൻസ് 2R vessel means anything for conveyance by water of human being or property. ഉരു എന്നതിൽ മനുഷ്യരെയോ സാമാനങ്ങളെയോ വെള്ളം വഴി കൊണ്ടുപോകുന്നതിനുള്ള ഉപകരണം. ഈ സെഷനുമായി ബന്ധപ്പെട്ട നോട്ട്സും അനുബന്ധ രേഖകളും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നു. ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് കാണുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത സെഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെയുള്ള ഈ വീഡിയോ നന്നായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടി വീണ്ടും പുസ്തകങ്ങൾ വായിച്ച് തയ്യാറെടുക്കുക. എല്ലാ വിജയാശംസകളും നേരുന്നു.